ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡോടുകൂടി വരുന്ന 14ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ 6 സെൻറ്റിൽ നിൽക്കുന്ന ഫുള്ളി ഫർണിഷ്ഡായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 14 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. കളമശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എറണാകുളം ജില്ലയുടെ തന്നെ ഏകദേശം ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന സ്ഥലമാണ് കളമശ്ശേരി. തൃപ്പൂണിത്തുറയിലേക്കും ആലുവയിലേക്കും പെരുമ്പാവൂരിലേക്കും എറണാകുളം ടൗണിലേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ്. വരാനിരിക്കുന്ന ഹൈക്കോടതി വലിയൊരു സമുച്ചയവും കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിൽക്കുന്ന നല്ലൊരു ഫുള്ളി ഫർണിഷ്ഡോടുകൂടി വരുന്ന വില്ലയാണ്. ചുറ്റുമതിലൊന്നും കൊടുക്കാത്ത രീതിയിൽ ഒരു കോമൺ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ഗേറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് നമുക്ക് കാണാൻ കഴിയും. 4-5 മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാം. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വീടിൻ്റെ മുറ്റമെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോബിൾസ് എല്ലാം ആയിട്ട് മനോഹരമാക്കിയാണ് വീടിൻ്റെ ഫ്രണ്ടിലെ എല്ലാം വിരിച്ചിരിക്കുന്നത്. മനോഹരമായൊരു എലിവേഷൻ നമുക്ക് കാണാം. 14ഓളം വില്ലകളാണ് ഇവിടെ വരിക. ഫുള്ളി ഫർണിഷ്ഡായോ അല്ലാതെയോ നമുക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് ഫുള്ളി ഫർണിഷ്ഡോടുകൂടി വരുന്ന വില്ല തന്നെയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റിൽ 2750 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വലിപ്പം വരിക. ഇവിടെയെല്ലാം നല്ല നല്ല പാം ട്രീ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഈ വീടിൻ്റെ ഡയറക്ഷൻ എല്ലാം വടക്ക് ഭാഗത്തേക്കായാണ്. ഇവിടെയായി ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീടിൻ്റെ അകത്തെ കൂടി നല്ല ഭംഗിയിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെയാണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. അവിടെ ഒരു കോർണർ സെറ്റിയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു ഏരിയ ആണ്. കർട്ടനെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ടീപ്പോയും വരാനുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെയെല്ലാം നല്ലൊരു പാർട്ടീഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുക. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഓൾറെഡി ഇവിടെ 6ഓളം ചെയർ ഇട്ടിരിക്കാവുന്ന ഒരു ടേബിളും ചെയറും ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ തന്നെ വരുന്ന ടേബിളും ചെയറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6 അടി നീളവും 4 അടി വീതിയും വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ കണ്ട ആ ഒരു വാട്ടർ ഫൗണ്ടൻ ഏരിയയിലേക്ക് പോകാം. 2 സൈഡിലേക്കും വലിക്കാവുന്ന രീതിയിലുള്ള കർട്ടനും ഇവിടെ ക്ലോസ്ഡ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെയാണ് വാട്ടർ ഫൗണ്ടൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് ചെല്ലാം. മനോഹരമായൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. 2 സൈഡിലും ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാട്ടർ ഹീറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ വീട്ടിൽ വരുന്ന രീതിയിലാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈൽ രീതിയിലുള്ള വാഷ് കൗണ്ടർ നമുക്ക് കാണാൻ കഴിയും. ചിമ്മിനിയും ഹോബും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. കൂടാതെ ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൽ ഓൾറെഡി കോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഇനി നമുക്കൊരു ബെഡും കൂടി വരാനുണ്ട്. അത് നമുക്ക് മുകളിലെ നിലയിൽ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം കാണുമ്പോൾ മനസ്സിലാവും. ആ രീതിയിലായിരിക്കും എല്ലാ ബെഡ്റൂമും വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. കോളർ കമ്പനിയുടെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് മനോഹരമായ വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 100% ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ ഇവിടുത്തെ
ഐറ്റംസും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാരണ്ടിയോടുകൂടി തന്നെയാണ് ബിൽഡർ ഈ വീട് സെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം 145 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. മനോഹരമായ ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. അത് ഡൈനിങ് ഹാളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ് ഏരിയ കാണാം. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് വുഡ് ഇട്ട് കവർ ചെയ്ത രീതിയിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. ട്രീറ്റഡ് വുഡ് തന്നെയാണ്. ടഫൻ ഗ്ലാസും ഹാൻഡ് റെയിൽ നമുക്ക് ടഫൻ ഗ്ലാസോട് കൂടി വരുന്ന ഹാൻഡ് റെയിലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ടോപ്പിലായി വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ സ്റ്റെയർ കേസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായൊരു ഹോള് നമുക്ക് മുകളിലെ നിലയിൽ ലഭിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും BLDC സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹോള് ഇവിടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു TV ഏരിയ ഇരുന്ന് കാണാവുന്ന രീതിയിലൊരു TV റൂമായിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് സ്റ്റഡി യൂണിറ്റ് വരുന്നത്. മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 160 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഈ രീതിയിലായിരിക്കും മറ്റുള്ള ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്യണത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടോ അല്ലാതെ നോൺ ഫർണിഷ്ഡ് ആയിട്ടോ ഇവിടുത്തെ വീടുകൾ ലഭ്യമാണ്. അതിൽ ആ റേറ്റ് അനുസരിച്ച് ഫർണിഷ്ഡ് അല്ലാത്ത വീടിൻ്റെ റേറ്റിൽ വരുന്ന വ്യത്യാസം നമുക്ക് ലാസ്റ്റ് കേൾക്കാം. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം നമുക്ക് കാണാം. ഗ്ലാസ് പാർട്ടീഷനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ വരുന്ന വാഷ് ബേസിനും ക്ലോസറ്റും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നാലാമത്തെ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതെല്ലാം ഫുൾ ഫർണിഷ്ഡ് ആക്കുവാനുണ്ട്. ചെറിയ കുറച്ച് ഫർണിച്ചർ വർക്കുകൾ മാത്രമേ ഇനി ഈ വീട്ടിലായി ബാലൻസ് ഉള്ളൂ. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി 6 സെൻറ്റിൽ 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി യൂട്ടിലിറ്റി ഏരിയയോടുകൂടി വരുന്ന ഈ ഫുള്ളി ഫർണിഷ്ഡ് വീടിന് ചോദിക്കുന്ന റേറ്റ് 1,52 ലക്ഷം രൂപയാണ്. ഫർണിച്ചർ ഇല്ലാതെ വരുന്ന റേറ്റ് 1,42 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.